നമസ്കാരം. നമ്മൾ പല ആളുകളിലും കാണുന്നൊരു കാര്യമാണ്, അവർ പ്രണയിക്കുന്ന വ്യക്തി പെട്ടെന്നൊരു നിമിഷത്തിൽ നമുക്ക് ബ്രേക്കപ്പ് ആവാം, ഇനി റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടോ ആയിരിക്കാം ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് പോകുന്നുണ്ടാവുക. പക്ഷെ അവരങ്ങനെ പോയെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഒരു പേഴ്സണ് ആ വ്യക്തിയെ തന്നെ തൻ്റെ ലൈഫിൽ വേണമെന്നും, അതായത് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടായിരിക്കും, ആഗ്രഹം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. ആ വ്യക്തിയെ തന്നെ തൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും അറിയുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെങ്ങനെ ആരെങ്കിലും വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രണയിച്ചിരുന്ന വ്യക്തി ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുക, അതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസപ്പിയർ, അപ്രത്യക്ഷമാവുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, അവരുടെ മുമ്പിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഡെയിലി കണ്ട ആളുകളായിരിക്കും, നിങ്ങൾ എപ്പോഴാണോ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് ആ സമയത്തൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, കുറച്ച് കാലത്തേക്ക് ഒരു 1-2 ആഴ്ചയ്ക്കൊക്കെ നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുമ്പോൾ വിളിക്കാൻ പാടില്ല, മെസ്സേജ് അയക്കാൻ പാടില്ല, അതേപോലെ തന്നെ അവരുടെ മുമ്പിൽ നിങ്ങൾ പോവാനും പാടില്ല. പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായ ഒരു അവസ്ഥയായിരിക്കണം അപ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് കാണുന്നില്ല, ആ ആളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും അറിയാനായിട്ട് കഴിയുന്നില്ല, അറിയാനുള്ള വഴികളില്ല, ഫോണിലൊന്നും കാണുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലൊരു ക്യൂരിയോസിറ്റി അത് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. അവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്തത്, ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ആദ്യമായിട്ട്, അതായത് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിസപ്പിയർ ആവുക എന്നുള്ളതാണ്. അവരുടെ ലൈഫിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറി നിൽക്കാനായിട്ട്, അപ്രത്യക്ഷമാവാനായിട്ട് ശ്രമിക്കുക. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അസൂയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അസൂയ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പോസിറ്റീവായ രീതിയിൽ ചെറിയൊരു ജലസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യാം, അതായത് അപ്രത്യക്ഷമാവുന്ന രീതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ പ്രത്യക്ഷമാവേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് വരേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇടുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ വെക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരത് കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും അതിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആണെന്നുള്ളത് അവരിൽ തന്നെ തോന്നിപ്പിക്കണം എന്നുള്ളതാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അപ്പം ഞാൻ വേണ്ട എന്ന് വെച്ചതിൽ ഇവർക്ക് യാതൊരു വിഷമമില്ലേ, ഞാൻ ഇല്ലാത്തത് കൊണ്ട് യാതൊരു പ്രശ്നവും കാണുന്നില്ലല്ലോ, ഇങ്ങനെ ഒരു തോന്നലും അവരുടെ മനസ്സിലുണ്ടാക്കിയെടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതായത് അഥവാ അവരുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് വരേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അവരെ കുറച്ച് ജലസിയാക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഇത്തരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇടുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നിങ്ങളോടും, അതുപോലെ നിങ്ങൾ ആരുടെ കൂടെ നിന്നാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്, നിങ്ങളുടെ ഒപ്പമുള്ള ആളുകൾ ആരൊക്കെയാണോ അവരോടൊക്കെ ജലസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഈ നമ്പർ 2 പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് ചെറിയ രീതിയിലൊക്കെ ജലസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മേക്ക് യുവർ എക്സ് ഫീൽ ഫോമോ, അതായത് ചെറിയ രീതിയിലൊക്കെ പേടി അവരുടെ മനസ്സിലുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. പേടി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് ചെയ്യുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ചെറിയ പേടിയൊക്കെ വരാനായിട്ട് തുടങ്ങും. അതായത് ഇവരെന്നെ വിട്ട് പോവുകയാണോ, എൻ്റെ കയ്യിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണോ, ഇങ്ങനെയുള്ള തോന്നലൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ്. അവരാണ് നിങ്ങളെ വിട്ടിട്ട് പോയതെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഇവരാണോ എന്നെ വേണ്ടാന്ന് വെച്ചത്, ഈ തരത്തിലുള്ള തോന്നലും പേടിയും ഒക്കെ അവരുടെ മനസ്സിലുണ്ടാക്കി എടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ ആരുടെ കൂടെയാണോ നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത് അവരുമായിട്ടുള്ള കുറച്ച് എൻജോയ് ചെയ്യുന്ന മൊമെന്റ്സ് ഒക്കെ നിങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റാറ്റസും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കി അവരുടെ ഫോട്ടോയും കൂടിയിട്ട് നിങ്ങൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, മീൻസ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോ ഒക്കെയാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് ആരായിരിക്കും, പുതിയൊരു വ്യക്തിയാണല്ലോ, ഈ ഒരു സുഹൃത്തിനെ കുറിച്ച് എന്നോട് മുമ്പേ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ ഇത് പുതിയ ആൾ തന്നെ ആയിരിക്കും, പുതിയ പുതിയ കൂട്ടുകെട്ടുകളൊക്കെ വരാൻ തുടങ്ങി, അതായത് ഇപ്പം എന്നെക്കുറിച്ച് പ്രത്യേകിച്ച് ഓർമ്മയൊന്നും ഉണ്ടായിരിക്കില്ല, മുഴുവനായിട്ട് എന്നെ വിട്ട് കളഞ്ഞെന്ന് തോന്നുന്നു, ഇത്തരത്തിലുള്ള തോന്നലൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് വേണ്ടതും.
സോ ഈ പറഞ്ഞ കാര്യം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് അവരുടെ മനസ്സിൽ ചെറിയ പേടി, അവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ള, മുഴുവനായിട്ടും അവർ വേണ്ട എന്ന് വെക്കുമോ എന്നുള്ള ഒരു പേടി അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് റൂൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ടെക്സ്റ്റ് ചെയ്യാന്ന്, അതായത് ഒന്ന് മെസ്സേജ് അയച്ചാലോ ഒന്ന് വിളിച്ചാലോ ഇങ്ങനെ ഒരു തോന്നൽ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഒരു പേടി ഉണ്ടായി കഴിയുമ്പോൾ, എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകുമോ എന്നൊരു പേടിയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എന്തായാലും അവരുടെ മനസ്സിൽ നിങ്ങളെ ഒന്ന് വിളിച്ചു നോക്കണം എന്നൊരു തോന്നലുണ്ടായിരിക്കും. അങ്ങനെ ഇൻ കേസ് അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് അയക്കും, അതല്ലെങ്കിൽ ഒരു കോളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവർ മറ്റാരെങ്കിലും വഴി നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു മെസ്സേജും കോളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവർ ചോദിക്കുന്നതിന് വളരെ ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ മാത്രം ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചില ആളുകളുണ്ട്, ഇപ്പം മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ തിരിച്ചു വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നാൾ അനുഭവിച്ച എല്ലാ വിഷമങ്ങളും പറയും, എല്ലാ കഥകളും അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തീർക്കും, കുറേ സ്റ്റോറി അങ്ങോട്ട് ഇട്ടങ്ങോട്ട് വിളമ്പ് എന്നുള്ളതാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. പകരം ചെറുതായിട്ടൊന്ന് വെയിറ്റ് ഇട്ട് തന്നെ നിൽക്കണം, എങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് അവരുമായിട്ട് സംസാരിച്ച് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കരുത്. പകരം വളരെ ഷോർട്ടായ രീതിയിൽ മാത്രം സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുഴുവനായിട്ടും അവരുടെ ഉള്ളിൽ ഒരു മിസ്സിംഗ് ഫീൽ ഒക്കെ ഇങ്ങനെ നല്ലോണം വന്നു തുടങ്ങും. അങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് അവർ തിരിച്ചു വരുന്നുള്ളതാണ്. സോ പിന്നെ അങ്ങനെ നിങ്ങളുടെ ആ ഒരു കോൺടാക്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ കാര്യം ഇതാണ്. മുമ്പ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോ കോൺടാക്ട് റൂൾ നിങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സ് നിങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കും. പക്ഷേ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ മുഴുവനായിട്ട് അവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കുക, വിളിക്കുക, അവരുമായിട്ട് ഒരുപാട് സംസാരിക്കുക, ഈ രീതിയിലൊന്നും ഒരിക്കലും ചെയ്യരുത്. അവർ തിരിച്ചു വന്നു എന്നുണ്ടെങ്കിൽ പോലും അവരുമായിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾ പിന്നീട് അങ്ങോട്ട് നിൽക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യുന്നു വിചാരിക്കുന്നു. അങ്ങനെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.